ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇത് പോസ്റ്റ് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ, പ്രീ മാർക്കറ്റ് ഇല്ല. സോറി, പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇന്നത്തെ തമ്പനയിൽ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിരിച്ചേക്കാം. ചിലർക്ക് ഒരു പക്ഷേ കുറച്ച് പേർക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി കാണത്തില്ല. അപ്പം നമ്മുടെ ചാനൽ കൃത്യമായിട്ട് കാണുന്നവർക്കും നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും ഞാൻ എന്താണ് ആ തമ്പനയിൽ ഉദ്ദേശിച്ചിരിക്കുന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ടൊന്ന് വരാം. വേറെ ഒന്നും പറയാനില്ല. ബാക്കി നാളെ നമുക്ക് വീക്കിലി അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ വീഡിയോയിൽ സംസാരിച്ച ലെവലുകളും ആ ലെവലുകളിൽ നിന്ന് എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്തതെന്നും അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് പറയുന്നുള്ളത് ജസ്റ്റ് ഒരു സമ്മറി മാത്രം ഒന്ന് പറയുന്നതിന് വേണ്ടിയാണ് ജസ്റ്റ് പോസ്റ്റ് മാർക്കറ്റ് ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പം ഇന്ന് രാവിലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, മാർക്കറ്റ് നമുക്ക് ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു പക്ഷേ മേലോട്ട് കയറി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ 25,341 എപ്പോഴും മാർക്കറ്റ് ഇതിന് മുകളിലോട്ട് പോകാൻ ശ്രമിക്കും. അഥവാ ശ്രമിച്ചില്ല, അത് ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് 25,341 ഇറങ്ങി വരും എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു, ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് അവിടെ കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തു, ഒന്ന് മേലോട്ട് പോകാൻ ശ്രമിച്ചു, വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് പോയി. അപ്പം നമ്മൾ ഇന്നലെ ഈ വരച്ചപ്പം ഈ 25,473 എന്ന് പറഞ്ഞ വര വരച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇത് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു ലൈനാണ്. ഇത് ആയിരിക്കും മാർക്കറ്റിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇല്ലേ. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് ഇത് കടന്നു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എപ്പോഴൊക്കെ ഫെയിൽ ആകുന്നു അപ്പോഴൊക്കെ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും. അപ്പം മാർക്കറ്റിൽ രാവിലെ ഏകദേശം ഒരു 170 പോയിൻറ്റോളം മാർക്കറ്റ് നേരെ താഴെ വന്നു ഇല്ലേ. താഴെ വന്നതിന് ശേഷമാണ് മാർക്കറ്റ് ഇവിടുന്ന് ഒരു റീബൗണ്ട്. അപ്പം എല്ലാവരും വിചാരിച്ച് മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടി താഴോട്ട് പോയിരിക്കും. അപ്പം നമ്മളിവിടെ താഴെ ഒരു കറക്റ്റ് ഒരു സപ്പോർട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ടിൽ തന്നെ വന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു റിക്കവറി ഉണ്ടായി. ഈ റിക്കവറിയിൽ ധാരാളം ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കി, നല്ല രീതിയിലുണ്ടാക്കി. അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഇന്ന് വീക്കിലി PL ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെ ലോസിൻ്റെ ചെയ്തവരുടെ എണ്ണം കൂടുതലായി. കാരണം ഈ ആഴ്ച അത്രയ്ക്ക് വളരെ ട്രിക്കി മാർക്കറ്റായിരുന്നു ഇല്ലേ. അപ്പം എന്തായാലും ലോസ് അത് കുഴപ്പമില്ല. എങ്കിലും എനിക്ക് ആ പ്രോഫിറ്റ് എടുത്തവരെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു PL അവിടെ ഇട്ടത്. കാരണം എത്ര പേര് ഈ ദുഷ്കരമായ മാർക്കറ്റിലും പിടിച്ചു നിന്നു, അല്ലെ ഭംഗിയായിട്ട് ട്രേഡ് ചെയ്തു, അല്ലെങ്കിൽ കൃത്യമായി ന്യായം പാലിച്ചെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ പോൾ ഇട്ടത്. അതുകൊണ്ട് ലോസ് ഉള്ളവരൊന്നും വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. ഇനിയും ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു കാര്യം തെറ്റ് മനസ്സിലാകും, അടുത്ത പ്രാവശ്യം അതേ സിനാരി വരുമ്പോൾ നിങ്ങൾക്ക് ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ ഇട്ടത് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കേണ്ട. അപ്പം മാർക്കറ്റ് അതിന് ശേഷം നേരെ എന്ത് ചെയ്തു, ഒന്ന് റീബൗണ്ട് ചെയ്യാൻ ശ്രമിച്ചു, വീണ്ടും വന്ന് താഴോട്ടൊന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ പതുക്കെ ഇത് ഇങ്ങനെ മാർക്കറ്റ് പതുക്കെ പോകുമ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതൊരു ചെറിയ ഷോർട്ട് കവറിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതായത് ഇങ്ങനെ പതുക്കെ മാർക്കറ്റ് മേലോട്ട് പോകും തോറും ഓരോരുത്തരുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഈ അവിടെ ഷോർട്ട് ചെയ്തേക്കുന്നവർ കുറച്ച് എക്സിറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇവിടെ എന്തോ ഒരു വലിയ ബൈ മാർക്കറ്റ് നടന്നു, അതിൻ്റെ സിമ്പലാണ് ഈ ഒരു സംഭവം, ഈ ഒരു വലിയ ക്യാൻഡിൽ. അതിനുശേഷം മാർക്കറ്റ് കറക്റ്റ് നേരെ പോയി നമ്മുടെ ഈ 25,473 എന്ത് ചെയ്തു, കറക്റ്റ് വന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നേരെ തിരിച്ച് താഴോട്ട് വന്നപ്പം അവിടെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ഇതിപ്പം നമ്മൾ ഇന്നലെ ചെയ്ത ഇതിൻ്റെ ആവശ്യമില്ല ഇനി. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു കാര്യം, നിങ്ങൾ ഇനി ഭാവിയിൽ ഇപ്പോൾ ഞാൻ ഇന്നോ നാളെ അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഞാനങ്ങ് പോകും, നിങ്ങളല്ലേ മാർക്കറ്റിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മാർക്കറ്റ് വന്നു, തിരിച്ച് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ച് കയറി നമ്മുടെ റെസിസ്റ്റൻസിൽ എത്തിയതിന് ശേഷം മാർക്കറ്റ് തിരിച്ചിറങ്ങിയപ്പം എവിടെയാണ് ആക്ട് ചെയ്തത്, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത അതേ ലൈനിലാണ് സപ്പോർട്ട് എടുത്തത്. ഇന്നലെ ഇതുപോലെയായിരുന്നു കറക്റ്റ് മാർക്കറ്റ് താഴോട്ട് പോയതിന് ശേഷം വന്ന് സപ്പോർട്ട് എടുത്ത് എവിടെയാണ്, ഓപ്പണിംഗ് ലെവലാണ് സപ്പോർട്ട്. അപ്പോൾ ഈ ഓപ്പണിംഗ് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്യുന്ന ആ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് മറന്നു പോകരുത്. കാരണം പല പ്രാവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത്, എന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്തവർക്ക് മനസ്സിലായി കാണും, നമ്മൾ ആ ഓപ്പൺ ചെയ്യുന്ന പോയിൻ്റ് ഒരു സപ്പോർട്ടായിട്ടോ റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ അതാ സംഭവിച്ചത്. നോക്കിയാൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം തിരിച്ച് കയറി വന്നു, റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം തിരിച്ച് വന്ന് സപ്പോർട്ട് എടുത്ത് എവിടെയാണ്, നമ്മുടെ ഈ ഓപ്പണിംഗ് ലെവലിലാണ് വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത് ഇല്ലേ. വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും അടുത്ത സ്റ്റെപ്പ് നേരെ തിരിച്ച് കയറി വീണ്ടും നമ്മുടെ ഇന്നലെ വരച്ച റെസിസ്റ്റൻസ് തട്ടി മാർക്കറ്റ് വീണ്ടും
നേരെ തിരിച്ച് വന്ന് വീണ്ടും നോക്കിക്കേ കറക്റ്റ് നമ്മുടെ പോയിന്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറി, വീണ്ടും അതേ പോയിന്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും തിരിച്ച് കയറി. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഇതൊന്നും ഇങ്ങനെ സംഭവിക്കുന്നൊന്നും മുന്നേ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചത്. അല്ല, ഈ ലൈന് വളരെ പ്രത്യേകതയുണ്ട്. പല പ്രാവശ്യം ഈ ലൈന് പ്രീവിയസ്ലി നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈനിന് വളരെ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ലൈൻ വരച്ചിട്ടേക്കുന്നത് അവിടെ, മനസ്സിലായില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് മാർക്കറ്റ് അതിനെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ബോധപരമായിട്ട് നമ്മൾ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മാർക്കറ്റ് ഇവിടെ കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്, റിലയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, റിലയൻസ് മാർക്കറ്റിനെ രാവിലെ റിലയൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, രാവിലെ നോക്കണ്ടോ, ഇവിടെ റിലയൻസ് രാവിലെ മാർക്കറ്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു. സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റിനെ കുറച്ചൊന്ന് താങ്ങി നിർത്താൻ ശ്രമിച്ചെങ്കിലും അവസാനം ഒരു സെല്ലിംഗ് പ്രഷർ ഒന്നും റിലയൻസ് താഴെ പോയി, ഇല്ലേ. റിലയൻസ് താഴെ പോയി കഴിഞ്ഞപ്പോൾ, റിലയൻസ് താഴെ വീണു എന്ന് കഴിഞ്ഞപ്പോൾ മാർക്കറ്റിനെ രക്ഷിക്കാൻ വേണ്ടി വന്നത് ആരാന്നറിയാമോ? വന്നത് ICICI ബാങ്കാണ്. ICICI ബാങ്കാണ് മാർക്കറ്റിനെ രക്ഷിക്കാൻ വന്നത്. കാരണം സെക്കൻഡ് ഹെവി വെയിറ്റ് സ്റ്റോക്കാണ് ICICI ബാങ്ക്. റിലയൻസിന് 3-ാം സ്ഥാനമേ ഉള്ളൂ, HDFCക്ക് 1-ാം സ്ഥാനമാണ്. HDFC ന്യൂട്രലായിട്ട് നിൽക്കുകയും അല്ലെങ്കിൽ ഒരുവിധം പിടിച്ച് നിൽക്കുകയും ICICI ബാങ്കിൽ നല്ലൊരു ബൈ വന്ന് ICICI ബാങ്കാണ് നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും ഒരുപോലെ വലിച്ച് മോളോട്ട് കൊണ്ടുപോയത്. ഓക്കെ, അപ്പം ഇവനെ ഇടിച്ചു താത്തത് ആരാണ്? ഇന്നലെ റിലയൻസ് താങ്ങി നിർത്തിയെങ്കിൽ ഇന്നും രാവിലെ താങ്ങി നിർത്താൻ ശ്രമിച്ചെങ്കിൽ അവസാന വർഷം ഈ 1500 എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്രൂഷ്യൽ ലെവലാണ് റിലയൻസിന്. അപ്പോൾ ഈ 1500 ലെവൽ വന്നപ്പോൾ വീണ്ടും അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായി. റിലയൻസ് അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ രക്ഷകനായിട്ട് വന്നത് ഇന്ന് ICICI ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 22 പോയിൻറ്റ് മുകളിലോട്ട് കയറി. നമ്മൾ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഈ ചാർട്ട് ഗ്രൂപ്പിലിട്ടായിരുന്നു ICICIയുടെ ബാങ്കിൻ്റെ, ഇല്ലേ. ഇവിടെ വന്ന മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ICICI ബാങ്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിനെ. ഒരുപക്ഷെ മാർക്കറ്റ് ഇതിനെ സപ്പോർട്ട് കറക്റ്റ് നോക്കിക്കേ, നമ്മൾ വരച്ചിട്ട ഇതൊക്കെ നേരത്തെ വരച്ച് ഞാൻ ഓൾറെഡി വീക്കിലൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് വന്ന് നമ്മുടെ സപ്പോർട്ടിൽ വന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് അവിടെ നിന്ന്, ഇല്ലേ. ഏകദേശം 22 പോയിൻറ്റ് ഇവിടുന്ന് 22 പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. കാരണം സെക്കൻഡ് ഹെവി വെയിറ്റ് സ്റ്റോക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഇൻഫീം സപ്പോർട്ട് ചെയ്തു. ഇൻഫീം നോക്കിക്കേ, രാവിലെ താഴെ പോയെങ്കിലും വീണ്ടും ഈ പോയ പോക്കിൽ തിരിച്ച് അവിടെ നമ്മൾ വരച്ചിട്ട് ലൈനുകളൊക്കെയാണ് ഓൾമോസ്റ്റ് റെസ്പെക്ട് ചെയ്തേക്കുന്നത്. അവിടുന്ന് ഇൻഫീം തിരിച്ച് മാർക്കറ്റിനെ, അപ്പോൾ ഇൻഫീം ICICIയും കൂടാണ് മാർക്കറ്റിനെ എന്ത് ചെയ്ത് പുഷ് ചെയ്ത് മുകളിൽ കൊണ്ടുപോയത്. അപ്പം ഈ ഇൻഫീം റിലയൻസും നമ്മുടെ നിഫ്റ്റിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിൽ പോയത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ബാങ്ക് നിഫ്റ്റി 322 പോയിൻറ്റ് പോസിറ്റീവാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റി ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ച അവിടെ കാര്യം? സംഭവിച്ച കാര്യം ഇതാണ്, അവിടെ എന്ത് ചെയ്ത് ബാങ്ക് നിഫ്റ്റിയിൽ ICICI മാത്രമേ ഉള്ളൂ, ഇല്ലേ. ബാങ്കിങ് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ വൺ വേ റാലി അവിടെ കിട്ടിയത്. പക്ഷേങ്കിൽ നിഫ്റ്റി മിശ്രിതമാണ്, ഇല്ലേ, എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. കാരണം IT-യും പിന്നെ ഓയിലും ബാങ്കിങ് എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അവിടെ എന്താ സംഭവിച്ചത് റിലയൻസ് നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് മാർക്കറ്റ് നേരെ താഴോട്ട് പോയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ അപ്പം റിലയൻസ് താഴോട്ട് പോകുന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ICICI സപ്പോർട്ട് ചെയ്തു. അപ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇൻഫിയും കൂടെ സപ്പോർട്ട് ചെയ്തെങ്കിലും റിലയൻസ് ഹെവി വെയിറ്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് അതിൻ്റെ സെല്ലിംഗ് പ്രഷറും മറ്റുള്ള സ്റ്റോക്കുകളുടെ ചെറിയ സെല്ലിംഗ് പ്രഷറോട് കൊണ്ടുകൊണ്ടാണ് എന്ത് ചെയ്തത് നിഫ്റ്റി ഫ്ലാറ്റായിട്ട്. അപ്പോൾ ഫ്ലാറ്റാണെങ്കിൽ പിടിച്ചു നിന്നല്ലോ, മനസ്സിലായില്ലേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് HDFC കൂടെ ചെറുതായിട്ടൊന്ന് സഹായിച്ചു. നോക്കിക്കേ, HDFC നമുക്ക് നോക്കാം. HDFCയോടെ ഉണ്ടോ? HDFC അവസാന നിമിഷം താഴോട്ട് വന്നെങ്കിൽ പിന്നെന്ത് ചെയ്തു, ഒന്ന് മുകളിലോട്ട് വന്ന് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് ന്യൂട്രലായിട്ട് നിന്നു. ആശാൻ താഴെയും പോയില്ല മുകളിലോട്ടും പോയില്ല, ഒന്ന് പിടിച്ച് നിർത്താൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് നിഫ്റ്റി കൂടുതൽ ഫർദറായിട്ട് താഴോട്ട് പോകാതെ ഇവിടെ പിടിച്ച് നിന്നുകൊണ്ട് ICICI പെർഫോം ചെയ്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് കയറുകയും ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ വില്ലനായിട്ടുള്ള സംഭവിച്ച ആരാണ്? നമ്മളുടെ മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പ് നോക്കിക്കുക, മിഡ് ക്യാപ്പ് പറന്ന് രാവിലെ 100 പോയിൻറ്റ് താഴെ പോയിട്ടാണ് പറന്ന് ആലോചിക്കണം. രാവിലെ മാർക്കറ്റ് 100 പോയിൻറ്റ് ഏകദേശം പോയിൻറ്റ് താഴെ പോയി 13.25 സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടെ നല്ലൊരു റാലി കിട്ടി, കറക്റ്റ് നമ്മുടെ റെസൾട്ട്സ് ഫേസ് ചെയ്ത്. ഇതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഞാൻ പിന്നെ സ്ക്രീൻഷോട്ട് ഇട്ടതാണ് ഇതിൻ്റെ എല്ലാം ഓരോ ലെവൽസിൻ്റെയും. അപ്പം കറക്റ്റ് ഇവിടുന്ന് ഒരു 100-120 പോയിൻറ്റ്, എത്ര പോയിൻറ്റ് കയറി? 71 പോയിൻറ്റ് അവസാനം. പക്ഷേ 100 പോയിൻറ്റിനടുത്ത് ഈ താഴേന്ന് തിരിച്ച് മുകളിലോട്ട് കയറി. അല്ല, ഇവിടുന്ന് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പോയിൻ്റ് ഉണ്ട്? നമുക്ക് ഒന്ന് വരച്ച് നോക്കാം എത്ര പോയിൻ്റ് ഉണ്ടെന്നുള്ള കാര്യം. ഉണ്ടോ? 225 പോയിൻറ്റ് റിക്കവർ ചെയ്തു. 100 പോയിൻറ്റ് താഴെ വീണതും പിന്നെ ഇവിടെ 125 പോയിൻറ്റ് മുകളിലോട്ട് കയറിയതു. മനസ്സിലായി? 225 പോയിൻറ്റിൻ്റെ ഒരു റിക്കവറിയാണ് ബോട്ടമിൽ നിന്ന് നമുക്ക് മിഡ് ക്യാപ്പിനകത്ത് കിട്ടിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആരാ?
പ്രധാനപ്പെട്ട കാര്യം താണ്ട് ഇവിടെയാണ് BSE കണ്ടോ 10% എന്ന് BSE തകർത്ത് വാരി കയറിയത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പിന്നെ HDFC AMC പിന്നെ കുമിൻസ് നെഗറ്റീവ് പോയി, HDFC AMC സപ്പോർട്ട് ചെയ്തു ഇല്ലേ, 44 പോയിൻറ്റും പോളിക്യാബും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇവരെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്തെങ്കിലും BSE ആണ് പ്രധാനമായിട്ടും 10% കയറിയാണ് ഇവൻ പറഞ്ഞത്. അപ്പം മിഡ് ക്യാപ്പിലും ട്രേഡ് എടുത്തവർക്ക് ഇന്ന് നല്ല പ്രോഫിറ്റ് ഇന്ന് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ഇൻഡെക്സിനെ മാത്രമല്ല നോക്കേണ്ടത്. ഞാൻ വളരെ വ്യക്തമായിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇൻഡെക്സിനെ മാത്രമല്ല, ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലും പറയാറുണ്ട്, ഇൻഡെക്സിനെ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ഏത് ഇൻഡെക്സിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റോക്കുകളെ നമ്മൾ കൃത്യമായി വാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ട്രേഡിനകത്തിൽ ഇറങ്ങാനെന്നൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ടനുസരിച്ചവർക്കൊക്കെ നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുമുണ്ട്, അല്ലാത്തവർക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ അപ്ഡേറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഒത്തിരി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് വീക്കെൻഡാണ്. പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിക്കാതെ യാതൊരു രക്ഷയുമില്ല. പഠിച്ച് വിജയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കൃത്യമായി ചാനൽ ഫോളോ ചെയ്യുക. ഫോളോ കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ വേറെ കൂടുതലൊന്നും പറയാനില്ല. ജസ്റ്റ് ഇതൊന്ന് ഈ ഇന്നത്തെ ട്രേഡിനെ പറ്റി ഒന്ന് പറയാൻ വേണ്ടി മാത്രം എന്നൊരു പോസ്റ്റ് മാർക്ക് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നാളെ വീക്കെൻഡ് ആഴ്ചയിൽ കാണാം. താങ്ക് യു ഓൾ.